ഗായ്സ് വെൽക്കം ടു മെഡ് ഹെഡപ്പ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സെയിൽസ് പ്രൊമോഷനെ പറ്റിയാണ്. സോ ബേസിക്കലി ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സുമായിട്ട് റീറ്റെയിൽ സ്റ്റോറിന് അധികം സെയിൽസ് പ്രൊമോഷന് ബന്ധമില്ല. എന്നാൽ വൈറ്റമിൻസുകൾ അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസുകൾ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ട്സുകൾ, ഡയറ്ററി പ്രൊഡക്ട്സുകൾ, ഡ്രിങ്ക്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സെയിൽസ് പ്രൊമോഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിനുള്ളിൽ തന്നെ ഫ്രീ സാമ്പിൾ കൊടുക്കുക, ട്രേഡിംഗ് സ്റ്റാമ്പുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക, ഇതൊക്കെ സെയിൽസ് പ്രൊമോഷൻ്റെ ഭാഗമാണ് കേട്ടോ. ഇനി വേറൊരു കാര്യം കൂടെ പറയാം, ഹോൾസെയിലേഴ്സിന് സെയിൽസ് പ്രൊമോഷൻ ഒരു ഭാഗമുണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിൾ ഹോൾസെയിലേഴ്സൊക്കെ സ്പെസിഫിക് ബ്രാൻഡിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചെയ്യാറുണ്ട്. സോ ബേസിക്കലി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓടിച്ചു നോക്കാം. സോ എന്തൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഫ്രീ സാമ്പിൾ കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു കടയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഹോർലിക്സിൻ്റെ 5 രൂപയുടെ സാഷ തരുന്നു, നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറയുന്നു അല്ലേ, എന്നിട്ട് നിങ്ങളത് വീണ്ടും വാങ്ങുന്നു. ആ പരിപാടി തന്നെയാണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസിലും. സോ ഫ്രീ ആയിട്ടുള്ള സാമ്പിൾസുകൾ മെഡിക്കൽ പ്രൊഫഷണൽസ് കൊടുക്കും. അവരെന്ത് ചെയ്യും, അവർ പേഷ്യൻസിനൊക്കെ കൊടുക്കുകയും എഴുതി കൊടുക്കുകയും പേഷ്യൻസ് നല്ലത് പറയുവാണ് എന്നുണ്ടെങ്കിൽ ഈവൻ ദോ അതിൻ്റെ ഇതൊക്കെ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് ഫർദർലി പ്രിസ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ട്രേഡിംഗ് സ്റ്റാമ്പ്സ് ആണ്. ഇത് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലൊക്കെ സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന പ്രകാരം ഈ സ്റ്റാമ്പുകൾ കൊടുക്കുകയും ഇനി ആ സ്റ്റാമ്പ് റീഡം ചെയ്യുമ്പോൾ, അതായത് സ്റ്റാമ്പ് ക്ലെയിം ചെയ്യുമ്പോൾ അതിന് സംബന്ധമായിട്ടുള്ള ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ ഫർദർലി ഡിസ്കൗണ്ടുകളോ കൊടുക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വൺ കൂപ്പോൺസ് ആണ്. സോ കൂപ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി ചാനൽ വഴി, മെയിൽ വഴി, ന്യൂസ് പേപ്പർ വഴി, മാഗസിൻ വഴിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കൂപ്പോൺസുകൾ കസ്റ്റമറിന് കൊടുക്കാറുണ്ട്. ആ കൂപ്പോൺസ് വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കൂടുതലും സെയിൽസ് പ്രൊമോഷൻ കൂപ്പോൺസ് കൊണ്ട് ചെയ്യുന്നത്. ഇനി പ്രീമിയം ഓർ ബോണസ് ഓഫറാണ്. അതായത് നമ്മൾ ബേസിക്കലി എല്ലാവർക്കും അറിയാം, ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ട് ചില കസ്റ്റമേഴ്സിന് മാത്രം കിട്ടാറുണ്ട്. അത് നമ്മൾ എന്താ പറയുക, പ്രീമിയം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സർട്ടൻ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സുകൾ മാത്രം കൊടുക്കുന്നു, ഇന്നത് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് പ്രീമിയം പ്രൊഡക്റ്റ് എന്ന് പറയില്ല. ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെയുള്ളത്. സോ ഫ്രീ സാമ്പിൾ, ട്രേഡിംഗ് സ്റ്റാമ്പ്, കൂപ്പോൺ ആൻഡ് പ്രീമിയം ഓർ ബോണസ് ഓഫേഴ്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, പുതിയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മറ്റുള്ളവരെ അറിയിക്കുക, പിന്നെ അട്രാക്ട് ചെയ്യുക, പുതിയ ആൾക്കാർ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക, ആൻഡ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നമുക്ക് നമ്മുടെ ബിസിനസ് ഹെൽപ്പ് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് കണ്ടിന്യൂസ്ലി വാങ്ങുമ്പോഴാണ്. ഇനി ബ്രാൻഡിൻ്റെ ഇമേജ് കൊണ്ടുവരിക. നമ്മളറിയാം, ക്വാളിറ്റി ഒക്കെ കൂട്ടി അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിന് എപ്പോഴും അതിനെപ്പറ്റി അറിയിച്ച് അല്ലെങ്കിൽ അത് അവൈലബിൾ ആക്കി അതിനത്രയും ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ബ്രാൻഡ് ഇമേജ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് അറിയുന്ന കാര്യമുണ്ട്, എല്ലാം നമുക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഓടിച്ച് പോകുന്നേ ഉള്ളൂ. ഇനി ഒരു സെയിൽസ്മാന് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? ദ ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ ക്വാളിറ്റി. നല്ല ക്ലിയർ വോയിസ്, ഗുഡ് ഹെൽത്ത്, ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി, നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചിരിക്കണം, പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രഷൻ ഉണ്ടായിരിക്കണം എപ്പോഴും കസ്റ്റമേഴ്സിനോട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു സെയിൽസ്മാൻ നമുക്ക് പറയാം. ഇനി മെൻ്റൽ ക്വാളിറ്റിയാണ്, അയാൾക്ക് മെമ്മറി ഉണ്ടായിരിക്കണം, പ്രസൻസ് ഓഫ് മൈൻഡ്, എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നുള്ള കാര്യങ്ങളുണ്ട് ഉണ്ടാവണം, ഇമാജിനേഷൻ ഉണ്ടായിരിക്കണം, ഫോഴ്സൈൻ ഉണ്ടായിരിക്കണം, സൗണ്ട് ജഡ്ജ്മെൻറ്റ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഓക്കെ ഇയാളെ കണ്ട് ഇയാളത് വാങ്ങത്തില്ല അങ്ങനെയുള്ളതൊന്നുമല്ല, എന്നാൽ എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഒരാൾക്ക് വേണ്ടത് നമ്മൾ തിരിച്ചറിഞ്ഞ് അവർക്ക് മനസ്സിലാക്കി ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത് സോഷ്യൽ ക്വാളിറ്റീസാണ്. അതായത് പേഷ്യൻസ്, പൊളൈറ്റ്നെസ്, ഹോണസ്റ്റി, ട്രസ്റ്റ് വേർത്തി, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി വൊക്കേഷണൽ സ്കില്ലാണ്. അതായത് ഏതൊരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ അതിന് സെയിൽസ് ടെക്നിക്കുകളുണ്ട്, അതിനെപ്പറ്റി നമ്മൾ വിവരം അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ നമ്മളൊരു സാധനം വിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ, അത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുമാത്രമല്ല ടെക്നിക്കുകൾ, അതിനെന്തൊക്കെ ടെക്നിക്കലാണുള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, അയാളത് പഠിച്ച് വെച്ചിരിക്കണം. കാരണം കസ്റ്റമേഴ്സ് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളതാണ്. ഇനി സെല്ലിംഗ് പ്രോസസ്സ്, എങ്ങനെയാണ് നമ്മൾ ഒരു സാധനം സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രീ സെയിൽ പ്രിപ്പറേഷനാണ്. ഒരു സാധനം നമ്മൾ വിൽക്കും മുന്നേ അതിനെപ്പറ്റി നമ്മൾ തിരിച്ചറിയണം അല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ട്രെയിനിങ് കിട്ടുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. സോ സെയിൽസ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലേ. നിങ്ങളിത് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ഇത്ര ഇമേജ് കിട്ടും, നിങ്ങൾ വലിയ ആൾക്കാരാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇനി
പ്രോസ്പെക്റ്റിംഗ് ആണ്. അതായത് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈയിങ് ആണ്, ആർക്കാണോ ആവശ്യമായത് അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ എക്സാമിൻ ചെയ്യുവാണ് അവിടെ ചെയ്യുക. ഇനി അപ്രോച്ചിങ് ആണ്. അപ്രോച്ചിങ് വെച്ചാൽ സെയിൽസ്മാൻ ഡയറക്റ്റ്ലി പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന രീതിയിൽ നമ്മൾ ഈ സാധനങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് എന്ത് ചെയ്യുന്നു, സാധനം വിൽക്കുന്നു. ഇതാണ് സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രീ സെയിലിംഗ് പ്രിപ്പറേഷൻ ആണ്. സോ ഒരു സെയിൽസ് ടീമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക, പ്രോസ്പെക്റ്റിംഗ് ആവശ്യമായ ബയേഴ്സിനെ നോക്കി തിരഞ്ഞെടുത്ത് അവരെ ഫോക്കസ് ചെയ്യുക. അപ്രോച്ചിങ് ആണ്, അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഇനി ദ സെല്ലിംഗ് പ്രോസസ്സിൻ്റെ ബാക്കിയാണ് ഇനി പ്രസൻറ്റേഷൻ ആണ്. സോ ഏതൊരു സാധനം നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യണം അല്ലേ, എന്തൊക്കെയാണ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം അല്ലേ. ഇനി ഡീലിംഗ് വിത്ത് ഒബ്ജെക്ഷൻസ് ആണ്. അതായത് നമുക്കറിയാം ഒരുപാട് ഒബ്ജെക്ഷൻസ് വരും, ഒരുപാട് കൺസേൺസ് വരും, ഒരുപാട് കാര്യങ്ങൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കും. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതുമായി നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. അതിനുശേഷം ക്ലോസിങ് ദ സെയിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പറയുന്നു, ഓക്കെ സെറ്റ്, നമ്മൾ വാങ്ങിക്കോളാം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അവരെ കൊണ്ട് റൈറ്റ് ചോയ്സ്, അല്ലെങ്കിൽ അവർക്ക് തോന്നണം ഞാനിതെടുക്കുന്നത് നല്ലതാണ്, ഇതെടുത്താൽ എനിക്ക് ഉപയോഗമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സെയിൽ നമ്മൾ ക്ലോസ് ചെയ്യിപ്പിക്കണം എന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം പ്രീ സെയിൽ പ്രിപ്പറേഷൻ, പ്രോസ്പെക്റ്റിംഗ്, അപ്രോച്ചിങ്, പ്രസൻറ്റേഷൻ, ഡീലിംഗ് വിത്ത് ഒബ്ജെക്ഷൻസ് ആൻഡ് ക്ലോസിംഗ് ദ സെയിൽ. ഇനി സെല്ലിംഗ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ ആണ്. സോ ബേസിക്കലി ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു സാധനം നമ്മൾ കൊടുത്താൽ മാത്രം പോരല്ലോ, നമ്മൾ ഫർദർലി പറയണം, ഫോളോ അപ്പ് ചെയ്യണം. നമ്മൾ പോയി നോക്കണം ആർക്ക് വീണ്ടും ആവശ്യമുണ്ടോ, അധികമായിട്ട് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, അവരുടെ ഡൗട്ടുകൾ ക്ലിയർ കൊടുക്കണം. ഇനി ഇമ്പ്രൂവ്മെൻറ്റ്, ചില സമയങ്ങളിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അറിയണ്ടാവുക അതിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുപോകാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ പറയും, കമൻറ്റ് ചെയ്യും, ഡിമാൻഡ് ചെയ്യും, ഇങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി അച്ചീവിങ് സക്സസ്, ഇത് ബേസിക്കലി എന്താണ്, നമ്മളിതെല്ലാം ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സക്സസ് കിട്ടും അല്ലേ, ഉറപ്പായിട്ടും കിട്ടും. കാര്യം എന്താണ്, നമ്മളിതെല്ലാം ചെയ്ത് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല സാധനങ്ങൾ കൊടുത്ത് നല്ല രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് നമ്മുടെ കയ്യിൽ തന്നെയാണ് അല്ലേ. സോ ഇനി ഒരു സെയിൽസ്മാൻഷിപ്പിൻ്റെ ആർട്ട് എന്താണ്, അല്ലെങ്കിൽ ആർട്ട് ഓഫ് എ സെയിൽസ്മാൻഷിപ്പ്, ഒരു സെയിൽസ്മാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ആദ്യം കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ആവശ്യം, അവർക്ക് എന്താണ് വേണ്ടത്, ആർക്കാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഈ ലൊക്കേറ്റിംഗ് ബയേഴ്സാണ്. ഏറ്റവും കൂടുതൽ ബയേഴ്സ് എവിടെയാണ് വരിക, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്, എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ചില ആൾക്കാർ വന്നിട്ട് പറയും, ചേച്ചി നിങ്ങളുടെ അവിടെ മുളക് പൊടി തീരാറായില്ലേ, അപ്പോൾ ഇതൊന്ന് മേടിച്ച് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോയാൽ മതി, അങ്ങനെയൊക്കെ പറയില്ല. അതേപോലെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ഇവിടെ ടാക്ടിക്കൽസ് കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഏത് തരത്തിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യിപ്പിക്കേണ്ടെന്ന രീതിയിൽ നമ്മൾ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തെടുപ്പിക്കുവാണ്. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് സെയിൽസ്മാൻഷിപ്പാണ്. സോ ബേസിക്കലി പറയാം, ഒരു സെയിൽസ്മാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കസ്റ്റമർ പോയിന്റ് ടു പോയിന്റിൽ ഇൻഫർമേഷൻസ് എത്തിക്കുക, അവരെ കൂടുതലും ഫോക്കസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, കൂടുതൽ സെയിൽ കിട്ടുക, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക, പിന്നെ സ്ട്രോങ് പബ്ലിക് ഇമേജ് കൂട്ടുക അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ഒരുപാട് സെയിൽസ്മാൻസ് വരുന്നു, ഒരുപാട് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നു, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് പറഞ്ഞ ആൾക്കാരുണ്ട് അല്ലേ, അപ്പോൾ ഇൻഫർമേഷൻസ് പോയിൻ്റ് ആയിട്ട് കിട്ടുവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് ആണ്. സോ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞ തന്നെയാണ്, പ്രൊഡക്റ്റ് നോളജ് അറിയണം, എത്തിക്കൽ കൺസിഡറേഷൻ. കാര്യം വെറുതെ അടിച്ചേൽപ്പിക്കാൻ പാടുള്ള സാധനങ്ങൾ ഡോക്ടറെ പറയുന്നത്, ഡോക്ടർ നിങ്ങൾ എഴുതിക്കോളൂ, വേറെ ഒരു സൈഡ് എഫക്റ്റില്ല. ഇപ്പോൾ കോവിഡ് ഷീൽഡൊക്കെ വന്നതുപോലെ തന്നെ എന്താണ് ക്ലോട്ടിങ് എഫക്റ്റ് ഒക്കെ വന്നില്ലേ, അതേപോലെ തന്നെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്, പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സ്കില്ലുണ്ടാവണം, അതിനെപ്പറ്റിയുള്ള എല്ലാ റെഗുലേറ്ററി കാര്യങ്ങളും പോളിസീസും എല്ലാ കാര്യങ്ങളും അയാൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം, ഒരു കാര്യം നമ്മൾ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. ഇനി അഡാപ്റ്റിംഗ് ടു ചേഞ്ചിങ് ട്രെൻഡാണ്. സോ ഇത് നമുക്ക് എക്സ്ട്രാ ടോപ്പിക്കാണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതിയായിരിക്കും. സോ പുതിയ പുതിയ സ്ട്രാറ്റജീസ് എന്താണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വായിച്ചങ്ങ് പോയാൽ മതിയാകും. സോ ഒരു ഫ്യൂച്ചർ സെയിൽസ്മാൻഷിപ്പിൽ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ലേണിംഗ്, ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ കൊളാബറേഷൻസ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കാര്യമാണ്, അധികമൊന്നും ഞാൻ പറയുന്നില്ല. സോ ബേസിക്കലി നമുക്ക് വേണ്ടത് ആ ഒരു ഫ്ലോ പ്രോസസ്സ് മാത്രമേ ആവശ്യമുള്ളൂ. സോ എന്താ ക്വാളിറ്റീസ് വേണമെന്നുള്ളതിൻ്റെ കൺക്ലൂഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതും വായിച്ചു നോക്കുക, സെയിം സാധനം തന്നെയാണ്. അപ്പം നെക്സ്റ്റ് വേണം, ബൈ.